നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് പോകാം. ഇന്നിപ്പോൾ രാവിലെ കണ്ണൂർ പരിപ്പായിലെ പഴയ ആഭരണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ വസ്തുക്കൾ കണ്ടെത്തിയതായി വിവരങ്ങൾ വരുന്നു. 4 വെള്ളി നാണയങ്ങളും സ്വർണത്തിന്റെ മുത്തുമണിയും ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. പരിപ്പായി സ്കൂളിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി നിർമ്മാണത്തിനിടയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ ആഭരണങ്ങളും പഴയ നാണയങ്ങളും ഒക്കെ കണ്ടെടുത്തത്. ആർക്കിയോളജി ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തും. നിഖിൽ ചേർന്ന വിവരങ്ങളുമായി. നിഖിൽ, നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ നിധികുംഭം കണ്ടെത്തി, അല്ലെങ്കിൽ ബാലരമ കഥകളിലൊക്കെ നിധികുംഭം കണ്ടെത്തുന്ന തരത്തിൽ വായിച്ചിട്ടുണ്ട്. ഇത് അത്തരത്തിലുള്ളൊരു സംഭവമാണോ? ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരൊക്കെ എപ്പോഴെത്തും? സേതുലക്ഷ്മി, തീർച്ചയായും ഇവിടെ ഇപ്പോൾ ഒരു ട്രഷർ ഹണ്ടിൻ്റെ ഫീലിലേക്ക് ഈ ഒരു പ്രദേശം മാറി എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇവിടെ ഈ റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി എടുക്കുന്നതിനിടെ ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ ഇവർ വീണ്ടും ജോലിക്കായി എത്തിയപ്പോഴാണ് ഇവിടെ നിന്ന് 5 വെള്ളി നാണയങ്ങളും സ്വർണത്തിൻ്റെ ഒരു മുത്തുമണിയും കണ്ടെത്തിയത്. എന്തായാലും ഇവർ ഇപ്പോൾ ഇവരുടെ ജോലിയിലേക്ക് കടന്നു. കൂടുതൽ ഇത്തരം വസ്തുക്കൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയൊക്കെയാണ് ഇവർ കാണുന്നത്. ഏതായാലും ഇവർ ജോലി ഇപ്പോൾ ആരംഭിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, വീണ്ടും കിട്ടിയല്ലേ? വീണ്ടും കിട്ടി. ഇന്നലെ അതിന്റെ ആൾക്കാർ വന്നവരോ 2-3 കിട്ടീനായിരുന്നു. സ്ഥലത്തിന്റെ ആൾ വന്നവരോ കിട്ടീന്. നമ്മൾ നേരത്തെ സംസാരിച്ചു, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണല്ലേ, ഈ ഇതാദ്യം തുറക്കാനൊക്കെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പേടിയൊന്നും ഉണ്ടായില്ല. ഞാൻ തന്നെ ആദ്യം തട്ടി എല്ലാം കിട്ടില്ലായിരുന്നു. സേതുലക്ഷ്മി, നമുക്ക് ഇതിപ്പോൾ ഇത് എടുത്ത ആളാണ്, ഇത് കണ്ട ആളുണ്ട്, ഇത് ആദ്യം കണ്ട ആളാണല്ലേ? ആദ്യം കണ്ടവര് ആയിഷത്തെ വരട്ടെ. എടുത്ത ആളാണോ? എടുത്ത് നമ്മളിപ്പോ ഇന്ന് എടുത്തത് ഞാനാണ്. ഈ മുത്തുമണിയും നമുക്ക് ഒരുപക്ഷെ സേതുലക്ഷ്മി ഈ ദൃശ്യങ്ങൾ കാണാം. ഇന്ന് ലഭിച്ച സാധനങ്ങളാണ് ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിപ്പോ നിങ്ങളിപ്പോ രാവിലെ കണ്ടോ? രാവിലെ ഇവര് വോട്ട് എടുക്കാൻ വന്നേരം നമ്മൾ ഒന്നും കൂടെ തപ്പി നോക്കും, കിട്ടിയതാണ്. അന്നേരം ഒരു മുത്തുമണിയും കിട്ടി, 2 വെള്ളി നാണയം കിട്ടി, വേറെ ഇവർക്ക് 2 കിട്ടി, ഒരാൾക്ക് 1 കിട്ടി. അങ്ങനെ അത് 5-6 ഉണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിൽ അത് പോലീസിനെ ഏൽപ്പിക്കും. 5 ഉണ്ട്. 2 മുത്തുമണിയും 5 വെള്ളി നാണയം. പറമ്പ് മുഴുവൻ കുഴിക്കേണ്ടി വരും നമുക്ക്? ഇല്ല, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതിൽ ഈ അറബി എഴുത്തുകളൊക്കെ കാണുന്നുണ്ടല്ലേ? അതുകൊണ്ട് നമ്മളെ ആളെ ആണോന്നൊരു സംശയം. നമ്മളെ ആളാണെന്ന് ഉദ്ദേശിച്ചത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിലുള്ള മാലകൾ ധരിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു പണ്ട്. ഒരുപക്ഷെ സേതുലക്ഷ്മി, ഞാൻ ആദ്യമേ പറയാം, ഈ ചേച്ചിയുടെ കഴുത്തിലുള്ള മാലയിലെ നോക്കിയാല് ഇതേപോലെ ഇരിക്കുന്ന ഈ മുത്ത്, അത് ഞാൻ പറഞ്ഞു നമ്മളെ ആളെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ ഒരു സംശയം പറയുന്നത്. എന്ന് കരുതി ഈ നിധിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളല്ല എന്നത് കൂടി പറയാൻ ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിധി എന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാർക്ക് ഉച്ചിട്ടതാണോ, അന്ന് അവർക്ക് അത്രല്ലേ ബുദ്ധിയുള്ളൂ, അവർ ചെയ്തതാണോ നമ്മളെ വിശ്വാസം. പിന്നെ ഇവർ പറഞ്ഞു തെയ്യത്തിന്റെ ആണോ കാവിന്റെ ആണോ എന്നെല്ലാം പറഞ്ഞു. നമുക്കൊരു പേടി തോന്നി. നമ്മളെടുത്തില്ല, സുലുവേച്ചിനെ ഏൽപ്പിച്ചു. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. എന്നാൽ പിന്നെയാണ് പോലീസ് വന്ന് ഇതെല്ലാം കൈമാറിയത്. അല്ല, ഇതിപ്പോ ഇത് കണ്ടെത്തി ഈ ചാനലുകളും ആളുകളൊക്കെ കൂടാൻ തുടങ്ങി. നിങ്ങളുടെ പണി മുടങ്ങിയോ? ഇല്ല, പണി മുടങ്ങി. നമ്മളിപ്പോ എടുക്കും, കുഴിയെടുക്കും. ഏതായാലും ശ്രീകണ്ഠാപുരം പോലീസ് കൂടി ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് ഈ കാര്യങ്ങളൊക്കെ കൈമാറിയിരുന്നു. ഇപ്പോൾ നമുക്ക് ശ്രീകണ്ഠാപുരം SIയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാരും ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആർക്കിയോളജി ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വരുന്ന കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും. കാരണം ഇന്നുകൂടി ഇത്തരം വസ്തുക്കൾ കണ്ടെത്തിയെങ്കിലും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇതിന്റെ കാലപ്പഴക്കം നിർണ്ണയിച്ചു തുടങ്ങിയിട്ടുണ്ട് പലരും. അത്തരത്തിൽ എന്തെങ്കിലും സൂചനയൊക്കെ ലഭിക്കുന്നുണ്ട്? എന്താണെങ്കിലും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വന്നതിന് ശേഷമേ നമുക്ക് കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. എങ്കിലും ഒരു ഏകദേശ ധാരണയോ എന്തെങ്കിലും ഈ നമ്മൾ ഈ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? സേതുലക്ഷ്മി, അത്തരത്തിൽ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഈ അറക്കൽ രാജവംശത്തിന്റെ ഒരു സ്വാധീനമുള്ള മേഖലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അത്തരത്തിൽ അക്കാലത്തെ നാണയങ്ങളാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ കാലപ്പഴക്കം എന്നത് തീർച്ചയായും ആർക്കിയോളജി വകുപ്പിന് മാത്രമാണ് അത് കൃത്യമായി പറയാനാവുക. ഇത്തരത്തിൽ ഇപ്പോൾ ഈ പ്രചരിക്കുന്ന കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും ഒക്കെ ആയിരിക്കും. എന്നാൽ നമുക്ക് ശ്രീകണ്ഠാപുരം SIയോട് ഇതിന്റെ കാര്യങ്ങൾ കൂടി ചോദിക്കാം. എങ്ങനെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ ഈ കാര്യങ്ങൾ പോലീസിന്റെ കയ്യിൽ വന്നതാണല്ലോ, ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ പുതിയ വസ്തുക്കൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനി എങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ അതൊരു മാസ്റ്റർ പ്രകാരം ബന്ദോബസ്തിലെടുത്ത് ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് RDO കോടതിയാണ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ RDO കോടതിയിൽ സമർപ്പിക്കും.
അതിനുശേഷം അതോടൊപ്പം തന്നെ പുരാവസ്തു വകുപ്പിന് ഓൾറെഡി നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആ പുരാവസ്തു വകുപ്പ് വന്ന് അത് പരിശോധിച്ച് മറ്റേ അതിൻ്റെ കാലപ്പഴക്കവും ഇത് പുരാവസ്തു ഇനത്തിൽപ്പെടുന്നതാണോ എന്നൊക്കെ അവർ വന്ന് പരിശോധിച്ച് തീരുമാനിക്കുന്നതായിരിക്കും. നിലവിൽ കോടതിയിലാണല്ലേ വസ്തുക്കളുള്ളത്? അതെ, ആർ.ഡി.ഒ കോടതിയിലാണുള്ളത്. സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർ.ഡി.ഒ കോടതിയാണ് ഇതിൻ്റെ കസ്റ്റഡിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം മറ്റു നടപടികൾ മേൽനിർദ്ദേശാനുസരണം ചെയ്യുന്നതായിരിക്കും. ഈ ആർക്കിയോളജി ഉദ്യോഗസ്ഥർ എവിടെ നിന്നാണ് വരേണ്ടത്? ഈ ആർക്കോളജിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. അവിടെ അറിയിച്ചിട്ടുണ്ട്, മെയിൽ പ്രകാരം അറിയിച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഏതായാലും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിക്കും. ഏതായാലും ഇവിടെ കൂടുതൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയൊക്കെയാണ് ഇവർ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ആയിരിക്കും ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ. ഇന്നലെ ഇത് കണ്ടെത്തിയപ്പോൾ ഉണ്ടായിരുന്നു ഇവിടെ? ഇന്നലെ ഉണ്ടായി. എന്തായിരുന്നു കണ്ടപ്പോ എന്താ തോന്നിയേ? കണ്ടപ്പോ എല്ലാവർക്കും പേടി തോന്നി. പേടിയായിരുന്നു ആദ്യം തോന്നി? പേടിയാ തോന്നി. എന്താണെന്നറിയില്ല. ഈ ബോംബ് കൂടോത്രമൊക്കെ കേട്ട് ശീലിച്ചതുകൊണ്ട് അങ്ങനെ ഒരു പേടിയായിരുന്നോ? പേടിയായിരുന്നു. അപ്പോ ഇങ്ങനെ തെറിച്ചിട്ട് പിന്നെ മിന്നുന്ന് കണ്ടതുകൊണ്ട് നമ്മളെല്ലാരും പൊറുക്കിയെടുത്ത് അവിടെ പോയി കഴുകി എല്ലാം വൃത്തിയാക്കി. അപ്പോൾ തോന്നി സ്വർണ്ണാന്ന്. എൻ്റെ സ്വർണം തോന്നിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതിൽ കോത്തു. അന്നേരം പറഞ്ഞു ഇത് പണ്ട് ഉമ്മാറിടുന്ന മാലയാന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് എല്ലാം കൂടെ കഴുകി ആക്കിയിട്ട് ഒരാളെ ഏൽപ്പിച്ച് പിന്നെ വീട്ടിലേക്ക് വിളിച്ചു, പഞ്ചായത്തിൽ വിളിച്ച് അവർ വന്ന് പോലീസിനെയും കൂട്ടി വന്നിട്ട് കൊണ്ടുപോയി. ചേച്ചി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ആളാണോ? അതെ അതെ അതെ, നമ്മളല്ലേ ഒന്നിച്ച് പണിയെടുക്കുന്നത്. നമ്മൾ ഈ കുഴിയിൽ നമ്മളുണ്ട്. അന്നേരം അവര് ഇവിടുന്ന് കാണിച്ചു, അന്നേരം നിധിയാണെന്ന് പറഞ്ഞു. നമ്മൾ തൊട്ടടുത്തുനിന്നാണ് കിട്ടിയത്, പക്ഷെ നമുക്ക് കിട്ടിയില്ല അല്ലേ? ഇല്ല, നമുക്ക് കിട്ടിയില്ല. നമ്മള് അടുത്തുണ്ടെന്ന് മാത്രം. അവര് അപ്പാടെ ആ പാത്രം അങ്ങോട്ട് എടുത്ത് ചാടുന്നത് കണ്ടത്. ശരി നിഖിൽ, എന്താണെങ്കിലും കണ്ണൂരിന്റെ മണ്ണിന് ഇപ്പോൾ എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെ ഉള്ളൊരു മണ്ണായിട്ട് മാറിയിരിക്കും. നമ്മൾ ഈ ഇടുക്കിയിലെ കാറ്റ് പറയുന്ന പോലെ ഇനി കണ്ണൂരിലെ മണ്ണിനെ കുറിച്ചും പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ണൂരിൽ എവിടെയൊക്കെ തുറക്കുന്നോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. സ്റ്റീൽ ബോംബായിട്ടും കൂടോത്രമായിട്ടും ഇപ്പോഴേ ഒടുവിൽ നിധികുംഭം പോലും കിട്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വരട്ടെ ഇതിലൊരു സ്ഥിരീകരണം നൽകാൻ. ശരി നിഖിൽ, വീണ്ടും വാർത്തയിലേക്ക് വരാം.